ഇന്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 5x² മൈനസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ x² dx. ഇവിടെ ന്യൂമറേറ്ററിൽ ഒന്നിൽ കൂടുതൽ ടേമും ഡിനോമിനേറ്ററിൽ ഒരു ടേമും ആണെങ്കിൽ നമുക്ക് ഓരോന്നായി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് x³ ബൈ x² പ്ലസ് 5x² ബൈ x² മൈനസ് 4 ബൈ x² dx. ഇവിടെ a റൈസ് ടു m ബൈ a റൈസ് ടു n എന്ന് പറയുന്നത് a റൈസ് ടു m മൈനസ് n, x റൈസ് ടു 3 ബൈ x റൈസ് ടു 2 എന്ന് പറയുന്നത് x റൈസ് ടു 3 മൈനസ് 2, അതായത് x²x² ക്യാൻസൽ ആയി. ഇനി 1 ബൈ a റൈസ് ടു n എന്ന് പറയുന്നത് a റൈസ് ടു മൈനസ് n ആണ്. അപ്പോൾ 1 ബൈ x² എന്ന് പറയുന്നത് x റൈസ് ടു മൈനസ് 2. 1 ബൈ x² നമുക്ക് x റൈസ് ടു മൈനസ് 2 എന്ന് എഴുതാം. ഇനി ഓരോ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇന്റഗ്രൽ x dx പ്ലസ് ഇന്റഗ്രൽ 5 dx മൈനസ് ഇന്റഗ്രൽ 4x റൈസ് ടു മൈനസ് 2 dx. ഇന്റഗ്രൽ x റൈസ് ടു n dx x റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 പ്ലസ് c ആണ്. അപ്പം ഇന്റഗ്രൽ x dx നെ x² ബൈ 2, 5 കോൺസ്റ്റന്റ് ആണ്, അപ്പം 1 dx എന്ന് വരും. കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് x ആണ്. മൈനസ് 4 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 2 പ്ലസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1 പ്ലസ് c, x² ബൈ 2 പ്ലസ് 5x പ്ലസ് 4 ബൈ എക്സ് പ്ലസ് c. അതായത് എക്സ് റൈസ് ടു മൈനസ് എന്നിനെ നമുക്ക് 1 ബൈ എക്സ് റൈസ് ടു n എന്ന് എഴുതാം. അതുകൊണ്ട് എക്സ് റൈസ് ടു മൈനസ് 1നെ 1 ബൈ എക്സ് എന്ന് എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 4 dx ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ്. റൂട്ട് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 1 ബൈ 2 എന്നാണ്. അപ്പം നമുക്ക് നേരത്തെ കണക്ക് മുകളിൽ ഒന്നിൽ കൂടുതൽ ടേമും താഴെ ഒരു ടേമും ആയതുകൊണ്ട് ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എക്സ് ക്യൂബ് ബൈ എക്സ് റൈസ് ടു 1 ബൈ 2 പ്ലസ് 3x ബൈ എക്സ് റൈസ് ടു 1 ബൈ 2 പ്ലസ് 4 ബൈ എക്സ് റൈസ് ടു 1 ബൈ 2 dx. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് എക്സ്പോണൻസിന്റെ പ്രോപ്പർട്ടി എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ. അതായത് എക്സ് റൈസ് ടു 3 മൈനസ് 1 ബൈ 2. ഇവിടെ 3 ഇൻറ്റു എക്സ് റൈസ് ടു പവർ ഒന്നും ഇല്ല എങ്കിൽ അത് 1 എന്നാണ്. അപ്പോൾ എക്സ് റൈസ് ടു 1 മൈനസ് 1 ബൈ 2 പ്ലസ് 4 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 1 ബൈ 2. ഇത് സോൾവ് ചെയ്യുന്നത് നമ്മുടെ സാധാ ഫ്രാക്ഷൻ സോൾവ് ചെയ്യുന്ന കണക്ക് 3 മൈനസ് 1 ബൈ 2 LCM to 6 minus 1. So x raised to 5 by 2 plus 3 into x raised to 1 by 2. 1 minus 1 by 2 എന്ന് പറയുന്നത് 2 minus 1 4 divided by 2, അതായത് 1 by 2. 4 into x raised to minus 1 by 2 dx. നേരത്തെ പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ ഇന്റഗ്രൽ എക്സ് റൈസ് ടു 5 ബൈ 2 എന്ന് പറയുന്നത് നമ്മളിവിടെ എക്സ് റൈസ് ടു എന്നിന്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ്. 5 ബൈ 2 പ്ലസ് 1, അപ്പം 7 by 2 divided by 7 by 2. 3 into 3 കോൺസ്റ്റന്റ് 3 പുറത്തെടുക്കുന്നു. എക്സ് റൈസ് ടു 1 by 2 എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 1 by 2 പ്ലസ് 1 by 3 by 2. ഇവിടെ അതുപോലെ തന്നെ 4 into 4 കോൺസ്റ്റന്റ് എക്സ് റൈസ് ടു മൈനസ് 1 by 2 പ്ലസ് 1 by മൈനസ് 1 by 2 പ്ലസ് 1. അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു 7 by 2 ഡിവൈഡഡ് ബൈ 7 by 2. 3 into എക്സ് റൈസ് ടു 3 by 2 ഡിവൈഡഡ് ബൈ 3 by 2 പ്ലസ് 4 into x raised to 1 by 2 divided by 1 by 2 plus c. ഇവിടെ ഈ 2 എന്ന് പറയുന്നത് അങ്ങ് മുകളിൽ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇത് റെസിപ്രോക്കൽ ആയിട്ട് വരും. അതായത് 7 by 2 തിരിച്ചു വരും 2 by 7. 2 by 7 into x raised to 7 by 2 plus ഇവിടെ 3 3 ക്യാൻസൽ ആവും. ഈ 2 അങ്ങ് ന്യൂമറേറ്ററിൽ വരും. 2 into x raised to 3 by 2 plus 2 മുകളിൽ പോകുമ്പോൾ 8. 4 into 2 8. എക്സ് റൈസ് ടു 1 by 2 എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. അപ്പോൾ എക്സ് റൈസ് ടു 1 by 2 പകരം റൂട്ട് എക്സ് എന്ന് എഴുതാം പ്ലസ് സി. ഇന്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 dx.
കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ ന്യൂമറേറ്ററിൽ ഒന്നിൽ കൂടുതൽ ടേമും ഡിനോമിനേറ്ററിൽ ഒരു ടേം ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റൂല. കാര്യം ഡിനോമിനേറ്റർ x-1 എന്നുള്ള ഒരു 2 ടേം ഉള്ള ഒരു ഫംഗ്ഷനാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ മാക്സിമം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഇതിനകത്ത് 2 ടേം വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതായത് x³ മൈനസ് x² എന്നും x-1 എന്ന് 2 ടേം ആക്കി എടുത്തിട്ട് ഫസ്റ്റ് ടേമിന് x² കോമൺ ആയിട്ട് എടുക്കുക. പിന്നെ x-1 വരും. അതായത് x² പുറത്ത് കഴിഞ്ഞാൽ x³ പിന്നെ x ഉണ്ട്. x² പുറത്തെടുത്ത് കഴിയുമ്പോൾ x² 1 ആണ്. പിന്നെ നമ്മുടെ പ്ലസ് ഇതിൽ നിന്ന് 1 കോമൺ ആയിട്ട് എടുക്കുന്നു, x-1 വരുന്നു. പിന്നെ 2 ടേമിലും x-1 കോമൺ ആയിട്ടുള്ളത് കൊണ്ട് x-1 കോമൺ ആയിട്ട് എടുക്കുന്നു. പിന്നെ ബാക്കിയുള്ളത് x-1 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ x² ഉണ്ട്, പിന്നെ ഇവിടെ +1. ഇവിടെ x-1 ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ ഇന്റഗ്രൽ x² + 1 dx. എന്നിട്ട് ഓരോ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇന്റഗ്രൽ x² dx പ്ലസ് ഇന്റഗ്രൽ 1 dx. ഇന്റഗ്രൽ x² dx ഈക്വൽ ടു x³ 3 പ്ലസ് c. അതുപോലെ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ഇന്റഗ്രൽ 1 dx എന്ന് പറയുന്ന x ആണ് പ്ലസ് c. ഇന്റഗ്രൽ 1 മൈനസ് x ഇൻറ്റു √x dx. ഈ √x ഈക്വൽ ടു x⁻² എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 1 മൈനസ് എക്സ് ഇൻറ്റു x⁻². ഓരോ ടേമിനെ ആയിട്ട് നമ്മൾ x⁻² മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു x⁻² മൈനസ് എക്സ് ഇൻറ്റു x⁻². ഇത് x⁻² ഇവിടെ a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m പ്ലസ് n. ഇത് x⁻1 പ്ലസ് 1/2, അതായത് 3/2. x⁻1/2 മൈനസ് x⁻3/2 ഇൻറ്റു dx. ഈ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഇന്റഗ്രൽ x⁻1/2 dx മൈനസ് x⁻3/2 dx. ഇവിടെ x⁻1/2 dx എന്ന് പറയുന്നത് ഇന്റഗ്രൽ x⁻n dx ഫോർമുല x⁻n+1/n+1 പ്ലസ് c. അതായത് 1/2 പ്ലസ് 1/1/2 പ്ലസ് 1, അതായത് 3/2 വരും. x⁻3/2 ഡിവൈഡഡ് ബൈ 3/2. ഇന്റഗ്രൽ x⁻3/2 എന്ന് പറയുന്നത് x⁵5/2 ഡിവൈഡഡ് ബൈ 5/2 പ്ലസ് c. പിന്നെ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഇതിനങ്ങ് മുകളിൽ പോകും, റെസിപ്രോക്കലായിട്ട് പോകും. അപ്പൊ 2/3 ഇൻറ്റു x⁻3/2 മൈനസ് 2/5 ഇൻറ്റു x⁵5/2 പ്ലസ് c. ഇന്റഗ്രൽ √x ഇൻറ്റു 3x² പ്ലസ് 2x പ്ലസ് 3 dx. ഓരോ ടേമിനെ ആയിട്ട് √x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3x² ഇൻറ്റു x⁻1/2 പ്ലസ് 2x ഇൻറ്റു x⁻1/2 പ്ലസ് 3x⁻1/2 dx. ഇവിടെ a⁻m ഇൻറ്റു a⁻n പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. a⁻m പ്ലസ് n. 3 ഇൻറ്റു x⁵5/2 പ്ലസ് 2 ഇൻറ്റു x⁻3/2 പ്ലസ് 3 ഇൻറ്റു x⁻1/2 dx. ഇനി ഓരോ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 3 കോൺസ്റ്റന്റ് ആണ്. 3 ഇൻറ്റു ഇന്റഗ്രൽ x⁻5/2 dx പ്ലസ് 2 ഇൻറ്റു ഇന്റഗ്രൽ x⁻3/2 dx പ്ലസ് 3 ഇൻറ്റു ഇന്റഗ്രൽ x⁻1/2 dx. 3 ഇൻറ്റു x⁻5/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5/2 പ്ലസ് 1. x⁻5/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5/2 പ്ലസ് 1. ഇത് സോൾവ് ചെയ്യുമ്പോൾ x⁻7/2 ബൈ 7/2 പ്ലസ് 2 ഇൻറ്റു x⁻3/2 പ്ലസ് 1 ബൈ 3/2 പ്ലസ് 1. അപ്പോൾ x⁻5/2 ബൈ 5/2 പ്ലസ് 3 ഇൻറ്റു x⁻3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് c. 2 എന്ന് പറയുന്നത് അങ്ങ് മുകളിൽ ന്യൂമറേറ്ററിൽ പോവും. അപ്പോൾ 3 ഇൻറ്റു 2 6/7 ഇൻറ്റു x⁻7/2 പ്ലസ് 4/5 ഇൻറ്റു x⁻5/2 പ്ലസ് 3 3 കൂടെ ക്യാൻസൽ ആയിട്ട് 2 അങ്ങ് ന്യൂമറേറ്ററിൽ വരും. 2 ഇൻറ്റു x⁻3/2 പ്ലസ് c. ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഇൻറ്റു x⁻7/2 ഡിവൈഡഡ് ബൈ 7/2 എന്നാണ് വരുന്നത്. അപ്പോൾ 3 ഇൻറ്റു x⁻7/2 ഇൻറ്റു 2/7.
6/7 into x raised to 7/2. 4/5 into x raised to 5/2 plus 2 into x raised to 3/2 plus c. Integral 2x minus 3 cos x plus e raised to x dx. ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി, പ്രത്യേകിച്ചൊന്നും സോൾവ് ചെയ്യാനായിട്ടില്ല. Integral 2x dx minus 3 into integral cos x dx plus integral e raised to x dx. Integral cos x dx equal to sin x plus c. Integral e raised to x dx equal to e raised to x plus c. Integral 2x dx 2 കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് x²/2 മൈനസ് 3 ഇൻറ്റു കോസ് എക്സിന്റെ ഇന്റഗ്രേഷൻ സൈൻ എക്സ്, ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഇവിടെ 2 ക്യാൻസൽ ആയി, x² മൈനസ് 3 സൈൻ എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ 2x² മൈനസ് 3 സൈൻ എക്സ് പ്ലസ് 5 റൂട്ട് എക്സ് ഡി എക്സ്. ഇവിടെ ഓരോ ടേം സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇപ്പോൾ ഇന്റഗ്രൽ 2x² ഡി എക്സിന് 2x³ മൈനസ് 3 ഇൻറ്റു ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് റേസ് ടു n+1/n+1 ഫോം, അതായത് എക്സ് റേസ് ടു 1/2 പ്ലസ് 1/1/2 പ്ലസ് 1. അപ്പോൾ 5 ഇൻറ്റു എക്സ് റേസ് ടു 3/2/3/2 പ്ലസ് സി. പിന്നെ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുക. 2/3 x³ പ്ലസ് 3 cos x പ്ലസ് 10/3 x റേസ് ടു 3/2 പ്ലസ് സി.